ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 77 വർഷം. എന്നിട്ടും കേരളം വിട്ടു പോകാതെ ബ്രിട്ടീഷുകാർ. കേൾക്കുമ്പോൾ കൗതുകം തോന്നും. മറ്റൊന്നുമല്ല, കേരളത്തിലെ ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി ഇന്നും ബ്രിട്ടീഷ് കമ്പനികളുടെ കൈവശമാണ്. ഇന്നലെ നിയമസഭയിൽ മന്ത്രി കെ രാജനാണ് ഇത് സംബന്ധിച്ച കണക്കുകൾ പുറത്തുവിട്ടത്. വിവിധ ജില്ലകളിലായി ഏക്കർ കണക്കിന് ഭൂമിയാണ് ഇത്തരം കമ്പനികൾ കൈവശം വെച്ചിരിക്കുന്നത്. പലതവണ നോട്ടീസ് നൽകിയിട്ടും ഇവർ കേരള സർക്കാരിൽ നിക്ഷിപ്തമായ ഭൂമി തിരിച്ചു നൽകാൻ തയ്യാറായിട്ടില്ല. ഇത് സംബന്ധിച്ച് വിവിധ കോടതികളിൽ നിരവധി കേസുകളും നിലനിൽക്കുന്നു. ഇവർക്കൊപ്പം സ്വകാര്യ വ്യക്തികളും സർക്കാരിന്റെ ഭൂമി കൈയടക്കി വച്ചിരിക്കുന്നു എന്നാണ് ഇന്നലെ നിയമസഭയിൽ മന്ത്രി സമർപ്പിച്ച രേഖകളിൽ നിന്നും വ്യക്തമാകുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷവും സംസ്ഥാന സർക്കാരിൽ നിക്ഷിപ്തമായ ഭൂമികളാണ് ഇത്തരത്തിൽ കൈവശപ്പെടുത്തിയിട്ടുള്ളത്. ജില്ലാ കളക്ടർ മുഖേന സ്വാതന്ത്ര്യത്തിന് മുമ്പ് വിദേശ കമ്പനികളും പൗരന്മാരും കൈവശം വെച്ചിരുന്ന ഭൂമികളുടെ വിവരങ്ങളാണ് സർക്കാർ ശേഖരിച്ചത്. ഇതിൽ വിവിധ ജില്ലകളിലായി ആകെ 1,66,627.23 ഏക്കർ ഭൂമിയാണ് ഉള്ളത്. ഭൂമി തിരിച്ചു പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചെറുതും വലുതുമായ 152 കേസുകൾ നിലവിലുണ്ട്. അതിൽ 20 എണ്ണം സർക്കാരിന്റെ ഉടമസ്ഥത സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് സിവിൽ കേസുകളാണ്. പ്രസ്തുത 20 കേസുകളിൽ ഉൾപ്പെട്ട ഭൂമിയുടെ വിസ്തീർണമാകട്ടെ 46,351 ഏക്കറും. സ്വകാര്യ കമ്പനികളും സ്വകാര്യ വ്യക്തികളും ഏറ്റവും കൂടുതൽ ഭൂമി കൈവശപ്പെടുത്തിയിരിക്കുന്നത് വയനാട് ജില്ലയിലാണ്. അവിടെ 57,756.69 ഏക്കർ ഭൂമിയാണ് ഇത്തരത്തിൽ കൈയടക്കി വച്ചിരിക്കുന്നത്. ഒരു കമ്പനി തന്നെ വിവിധ പേരുകളിൽ വിവിധ ഇടങ്ങളിലായി ഭൂമി കൈവശപ്പെടുത്തിയിട്ടുണ്ട്. അതിനു പുറമെ കൂടുതൽ സ്വകാര്യ വ്യക്തികൾ സർക്കാർ ഭൂമി കൈവശം വെച്ചിരിക്കുന്നതും വയനാട് ജില്ലയിലാണ്. തൊട്ടു പിന്നിൽ ഇടുക്കി ജില്ലയാണ്. ഇടുക്കിയിൽ 54,722.45 ഏക്കർ ഭൂമിയാണ് സ്വകാര്യ കമ്പനികളും സ്വകാര്യ വ്യക്തികളും കൈയടക്കിയത്. 24 സ്വകാര്യ കമ്പനികളാണ് ഇടുക്കിയിലെ ഭൂമി കൈവശപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ 8 സിവിൽ കേസുകൾ നിലവിലുണ്ട്. വിദേശ കമ്പനികളടക്കം ഭൂമി കൈവശപ്പെടുത്തിയിട്ടുണ്ട്. ട്രാവൻകൂർ ടി എസ്റ്റേറ്റ് UK കമ്പനിയും ഇവിടെ ഭൂമി കൈവശപ്പെടുത്തിയിരിക്കുന്നു എന്ന് ഇന്നലെ മന്ത്രി നിയമസഭയിൽ വെച്ച രേഖകളിൽ വ്യക്തമാണ്. തിരുവനന്തപുരം ജില്ലയിൽ 6,914.69 ഏക്കറാണ് ഇത്തരത്തിൽ അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്നത്. നെടുമങ്ങാട് താലൂക്കിലാണ് ഈ ഭൂമികൾ ഏറെയും. ഇവിടെ ഭൂമി തിരിച്ചു പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് 3 സിവിൽ കേസുകളുണ്ട്. കൊല്ലം ജില്ലയിൽ 11,203.84 ഏക്കർ സ്ഥലമാണ് സ്വകാര്യ കമ്പനികളും സ്വകാര്യ വ്യക്തികളും കൈയടക്കി വച്ചിരിക്കുന്നത്. 7 സിവിൽ കേസുകൾ കൊല്ലത്ത് നിലവിലുണ്ട്. പത്തനംതിട്ടയിൽ 10,720.76 ഏക്കർ സ്ഥലമാണ് 3 കമ്പനികൾ കൈവശപ്പെടുത്തിയത്. കോട്ടയത്ത് 5,958.68 ഏക്കർ സ്ഥലം 4 കമ്പനികൾ കൈവശപ്പെടുത്തി. അതിൽ ഒരെണ്ണം ചെറുവള്ളി എസ്റ്റേറ്റ് ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന കമ്പനിയുടെ കയ്യിലാണ്. 2 സിവിൽ കേസുകളാണ് കോട്ടയം ജില്ലയിൽ നിലവിലുള്ളത്. എറണാകുളം ജില്ലയിൽ 1,274.66 ഏക്കർ ഭൂമി സ്വകാര്യ കമ്പനി കൈവശപ്പെടുത്തി. പെരിയാർ റബ്ബർ കമ്പനിയാണ് ഇത്രയും ഭൂമി കൈവശം വെച്ചു പോരുന്നത്. എന്നാൽ ഇവിടെ യാതൊരു സിവിൽ കേസുകളും നിലവിലില്ല എന്നും സർക്കാരിന്റെ കണക്കുകളിൽ പറയുന്നു. തൃശൂരിൽ 11,224.46 ഏക്കർ ഭൂമി കൈവശപ്പെടുത്തിയിരിക്കുന്നു. അതും സ്വകാര്യന്മാർ ആണ് എല്ലാം. പാലക്കാടാകട്ടെ 4,658.94 ഏക്കർ ഭൂമി സ്വകാര്യ കമ്പനികൾ കൈവശപ്പെടുത്തി. കാസർഗോഡ് ജില്ലയിൽ 2,685.81 ഏക്കർ ഭൂമിയാണ് സ്വകാര്യ കമ്പനികളും സ്വകാര്യ വ്യക്തികളും കൈവശം വെച്ചിരിക്കുന്നത്. ഇംഗ്ലണ്ട് ആസ്ഥാനമായ മലയാളം പ്ലാന്റേഷൻ ലിമിറ്റഡ് സംസ്ഥാനത്ത് കൈവശം വെച്ചിരുന്ന ഭൂമി നിലവിൽ കൈവശം വെച്ചിരിക്കുന്നത് ഹാരിസൺസ് മലയാളം ലിമിറ്റഡ് ആണ്. അവരിൽ നിന്നും ഭൂമി നേടിയവർ, മറ്റു കൈയേറ്റക്കാർ എന്നിവരിൽ നിന്നും സർക്കാരിലേക്ക് ഏറ്റെടുക്കുന്നതിനായി 1957 ഭൂസംരക്ഷണ നിയമപ്രകാരം നടപടി സ്വീകരിക്കാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് 2013 നിർദ്ദേശിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ IAS ഉദ്യോഗസ്ഥനായ രാജമാണിക്യത്തെ സ്പെഷ്യൽ ഓഫീസറായി നിയമിക്കുകയും ചെയ്തു. കൂടാതെ സംസ്ഥാനത്ത് സമാനമായ രീതിയിലുള്ള വിദേശ കമ്പനികളും പൗരന്മാരും സ്വാതന്ത്ര്യത്തിന് മുമ്പ് കൈവശം വെച്ചിരുന്ന എല്ലാ ഭൂമിയും സ്വത്തുക്കളും
കേരള ഭൂസംരക്ഷണ നിയമപ്രകാരം സർക്കാരിലേക്ക് ഏറ്റെടുക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുന്നതിനായി രാജമാണിക്യത്തെ വീണ്ടും സ്പെഷ്യൽ ഓഫീസറായി 2015 നിയമിച്ചിരുന്നു. സ്പെഷ്യൽ ഓഫീസർ കേരള ഭൂസംരക്ഷണ നിയമപ്രകാരം നടപടികൾ തുടർന്നു വരവെ ഹാരിസൺസ് മലയാളം ലിമിറ്റഡും അവരിൽ നിന്ന് ഭൂമി നേടിയവരും മറ്റു കൈയേറ്റക്കാരും സമാനമായ രീതിയിൽ മറ്റ് ഏതാനും കമ്പനികളും വ്യക്തികളും സ്പെഷ്യൽ ഓഫീസറുടെ അധികാരത്തെ ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ റിട്ട് ഹർജി ഫയൽ ചെയ്തു. ഹാരിസൺസ് മലയാളം ലിമിറ്റഡും മറ്റും ഫയൽ ചെയ്ത കേസിൽ ഡിവിഷൻ 2018 ഒരു ഉത്തരവിറക്കിയിരുന്നു. പരാതിക്കാർ കൈവശം വയ്ക്കുന്ന ഭൂമിയിലും സ്വത്തുക്കളിലും സർക്കാരിന്റെ ഉടമസ്ഥത സ്ഥാപിക്കുന്നതിന് പ്രസ്തുത നിയമത്തിൽ വകുപ്പുകൾ ഇല്ലാത്തതിനാൽ സ്പെഷ്യൽ ഓഫീസർക്ക് ഇപ്രകാരം ഉടമസ്ഥത സ്ഥാപിക്കുന്നതിന് അധികാരം ഇല്ലെന്നായിരുന്നു ആ വിധി. എന്നാൽ സർക്കാരിന്റെ ഉടമസ്ഥത സ്ഥാപിക്കുന്നതിന് മറ്റു നിയമ നടപടികൾ സ്വീകരിക്കുകയോ സിവിൽ കോടതികളെ സമീപിച്ച് കേസുകൾ ഫയൽ ചെയ്യുകയോ ആകാമെന്ന് കോടതി സർക്കാരിനോട് ഉത്തരവിലൂടെ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. മറ്റനേകം സിംഗിൾ ബെഞ്ചുകളും മറ്റു കമ്പനികളും വ്യക്തികളും ഫയൽ ചെയ്ത സമാന വിഷയത്തിലെ റിട്ടു കേസുകളിൽ പ്രസ്തുത ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സമാനമായ രീതിയിൽ വിധിന്യായങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. ഹൈക്കോടതിയുടെ വിധിന്യായങ്ങളുടെ അടിസ്ഥാനത്തിൽ സർക്കാർ ഉത്തരവിറക്കുകയും എല്ലാ ജില്ലാ കളക്ടർമാരെയും പ്രസ്തുത ഭൂമിയിലും സ്വത്തുക്കളിലും സർക്കാരിന്റെ ഉടമസ്ഥത സ്ഥാപിക്കുന്നതിനായി സിവിൽ കേസുകൾ ഫയൽ ചെയ്യാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. തുടർന്നാണ് ജില്ലാ കളക്ടർമാരെ കൊണ്ട് സർക്കാരിൽ നിക്ഷിപ്തമായ ഭൂമി കൈവശപ്പെടുത്തിയിരിക്കുന്ന വിദേശ കമ്പനികൾ അടക്കമുള്ളവരുടെ പട്ടിക തയ്യാറാക്കിയത്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് വിദേശ കമ്പനികളും പൗരന്മാരും കൈവശം വച്ചിരുന്ന വിവര ശേഖരണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പട്ടികയാണ് ഇന്നലെ സർക്കാർ നിയമസഭയിൽ വെച്ചത്. സ്വാതന്ത്ര്യം ലഭിച്ച് ഇത്രയും നാൾ ആയിട്ട് പോലും ബ്രിട്ടീഷ് കമ്പനികൾ അടക്കം ഇപ്പോഴും കേരളത്തിലെ ഭൂമി കൈയടക്കി വച്ചിരിക്കുന്നു. ഇതും തിരിച്ചു പിടിക്കാൻ സർക്കാരിന് സാധിക്കാത്തത് എന്തുകൊണ്ട്? ഇനിയും വർഷങ്ങളോളം ഈ ഭൂമി വിദേശ കമ്പനികളുടെ കയ്യിൽ തന്നെയാകുമോ? കണ്ടറിയാം.